അർജുനെ കാണാതായിട്ട് ഇന്നത്തേക്ക് 13 ദിവസമായിരിക്കുകയാണ്. ഈശ്വർ മാൽപേ ഗംഗാവാലിയിലിറങ്ങി കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതാണ്. ഉടുപ്പിയിലെ അക്വാമാൻ എന്നറിയപ്പെടുന്ന ഈശ്വർ മാൽപേ ലൈഫ് ഗാർഡുകളില്ലാത്ത ഉടുപ്പി ജില്ലയിൽ പോലീസുകാർക്ക് വരെ ഒരു ആശ്രയമാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കർണാടകയിലെ ഒരു ജില്ലയാണ്. മത്സ്യബന്ധന ബോട്ടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ഒരാളാണ് ഈശ്വർ മാൽപേ. പക്ഷേ ഇത് ഒരു സേവനമായി അദ്ദേഹം കൊണ്ടു നടക്കുന്നു. ഏതു പാതിരാത്രിയിലും ആര് വിളിച്ചാലും രക്ഷയ്ക്ക് ഓടിയെത്തുന്ന ആളാണ് ഈശ്വർ മാൽപേ. പശ്ചിമഘട്ടത്തിൽ നിന്നും നേരെ താഴോട്ടൊഴുകുന്ന നദിയാണ് ഗംഗാവാലി. അതുകൊണ്ട് തന്നെ ഈ സമയത്തൊന്നും പരിസരവാസികൾ ഈ പുഴയിൽ ഇറങ്ങാറില്ല. ഏകദേശം സെപ്റ്റംബർ മാസമാകുമ്പോഴാണ് ഈ പുഴയിലെ ഒഴുക്ക് നിലയ്ക്കാറുള്ളത്. അതേസമയം കർണാടകയിൽ വരുന്ന ചില വാർത്തകളാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. ഈശ്വർ മാൽപേ ക്യാബിനുള്ളിൽ അർജുൻ്റെ കൈകൾക്കുണ്ടെന്നും ശബ്ദം കേട്ടുവെന്നും ഒക്കെയാണ് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അർജുൻ ഇനി ജീവനോടെ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. എന്തായാലും ഈശ്വർ മാൽപേ 13 ദിവസമായി ഇന്നും ഇറങ്ങുകയാണ്.